ഗായ്സ് സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങിയല്ലോ. ഈ ചൂട് കാലത്ത് ചിൽഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് ബീച്ചിൻ്റെ അടുത്ത് പോയി സ്റ്റേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ ചിൽഡ് ബിയറും കുടിച്ച് റൂമിലിരുന്ന് മന്തിയും കഴിച്ച് കുഴിമന്തി വിശപ്പം മാറ്റി നേരെ ഊഞ്ഞാലൊക്കെ ആടി. എൻ്റെ മോനെ ഈ വൈബ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ബീച്ചിലെ ഓർക്കുഡ് റിസോർട്ട് ആണ് ബീച്ച് റിസോർട്ട്. സോ ഗൈസ് ഞങ്ങൾ 3 കോട്ടേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2500 രൂപ, വളരെ കുറവായിരുന്നു. സീസൺ ടൈമിലാണെങ്കിൽ 3000 ആയിരിക്കും, നോർമൽ ഡേയ്സിൽ 2500 രൂപയാണ്. അതും ബീച്ച് വ്യൂ സൈഡിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബീച്ച് ഇവിടുന്ന് ഒരു റൂമിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 80 മീറ്ററുള്ള നേരെ ബീച്ചിലേക്ക് എത്താൻ. അത്രയും തൊട്ടടുത്തുള്ള വൈബുള്ള സ്ഥലത്താണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. സോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇത്രയും വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം. ആലപ്പുഴ ബീച്ചിൻ്റെ അടുത്ത് വേറെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ, ബട്ട് എനിക്കെന്തായാലും ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുട്ടികൾക്കും ഫാമിലീസിനും ബാച്ചിലർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഈ ഒരു സ്പോട്ട് മസ്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ ഇവർക്ക് വേറെ ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഫങ്ഷനും ബർത്ത്ഡേ പാർട്ടീസും കാര്യങ്ങൾ നമുക്കിവിടെ നടത്തുകയും ചെയ്യാം. അതിനുള്ള സ്പേസും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് വീഡിയോസിൽ അത് കാണുകയും ചെയ്യാം. നമുക്ക് ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതും ഇവർ അറേഞ്ച് ചെയ്ത് ഇവിടുത്തെ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോവാം. ഇതാണ് ഇവർ കാണുന്ന കോട്ടേജാണ് 2 എണ്ണം. ഞങ്ങൾ ഈ ലാസ്റ്റ് 3 കോട്ടേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ പിന്നെ പുറത്ത് ഡ്രിങ്ക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ബാച്ചിലേഴ്സിനും ഫാമിലീസിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പ്ലേസും കാര്യങ്ങളൊക്കെയാണ്. ഈ റൂം ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് റൂമാണ്. ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നേരെ ബീച്ചിൻ്റെ വ്യൂ. ഒരു 80 മീറ്ററേ ഉള്ളൂ. ഒരു ഗേറ്റും തുറന്ന് നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളി ബീച്ചിൻ്റെ വ്യൂവും കാണാം. കണ്ടു കയറും. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഇത്രയും കുറഞ്ഞ റേറ്റിൽ, അത് ബീച്ചിൻ്റെ അടുത്ത് എവിടെ പോയാൽ കിട്ടും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ബാത്റൂമൊക്കെ അടിപൊളിയായിരുന്നു. നോക്കിക്കോളൂ, അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫംഗ്ഷനും കാര്യങ്ങളും ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ, നിങ്ങൾക്ക് ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതും ഇവർ പ്രൊവൈഡ് ചെയ്ത് തരും. ഇവരുടെ നമ്പറും ഡീറ്റെയിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കും. സോ ഗൈസ്, ഈ ഒരു അടിപൊളി വെക്കേഷൻ നിങ്ങൾക്ക് അടിപൊളിയാക്കണമെങ്കിൽ നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് വിട്ടോളൂ. ഓർക്കുഡ് എന്ന റിസോർട്ട് ഇത് കണ്ടില്ലേ, ഈ ഗേറ്റ് തുറന്നാണ് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകുന്നത്. ഈ ഒരു വൈബ് ഒന്ന് കണ്ടുപോകുക. നമ്മൾ റൂമിന് തൊട്ടടുത്താണ് ബീച്ച്, ആലപ്പി ബീച്ച്. ഈ കാണുന്ന 800 മീറ്ററിലാണ് ആലപ്പുഴ ബീച്ച്. ആ സ്പോട്ട് കണ്ടില്ലേ, അതാണ് ആലപ്പുഴ ബീച്ച്. അവിടെ നിന്ന് 800 മീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓർക്കുഡ് റിസോർട്ടും എത്തും, ഈ ഒരു വൈബും എത്തും. സോ ഗൈസ്, ഈ ഒരു ബെസ്റ്റ് സ്റ്റേ ആലപ്പുഴ ബീച്ചിൽ. ഈ ഒരു ടവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആ ടവറിൻ്റെ തൊട്ട് താഴെയാണ് ഈ റിസോർട്ടുള്ളത്. അടിപൊളി വൈബും ആംബിയൻസും, പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. സ്റ്റേയുടെ ടൈമും കാര്യങ്ങൾ 12 മണി തൊട്ടാണ് ഉച്ചയ്ക്ക്. സോ അടുത്ത ദിവസം മോർണിംഗ് 11 മണിക്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടി വരും. കുറച്ച് പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഫോട്ടോഷൂട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തെടുത്ത് നമ്മൾ കൈ തരും.